നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ഇലത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉലുവയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലയെല്ലാം അടർത്തിയെടുക്കാം. അപ്പോൾ ഇലയെല്ലാം ഞാൻ നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അടർത്തി എടുത്തതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇലയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഉലുവയില ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിനത്ര കയ്പ്പൊന്നും കാണില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇലയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളമെല്ലാം നല്ല വറ്റി ഇലയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ആണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു തോരനാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.